നിങ്ങളുടെ സീക്രട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഹൊറർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇതാണ് എൻ്റെ മെയിൽ ID. ഇതിലേക്ക് അയക്കുക, ഞാൻ വയ്ക്കാം. ഓക്കെ, ആദ്യത്തെ സീക്രട്ട്. ഹായ്, എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ട് ഈ ഇടയ്ക്കാണ് ഞാൻ നിങ്ങളുടെ ചാനൽ കാണുന്നതും വീഡിയോസ് കാണാൻ തുടങ്ങിയതും. ഹൊറർ മൂവീസ് ഫാനുകൾ ആയതുകൊണ്ടും പ്രസൻറ്റേഷൻ അടിപൊളി ആയതുകൊണ്ടും വലിയ ഫാനായി. The presentation is absolutely amazing. ഇനി കുറച്ച് ഫ്ലാഷ് ബാക്ക് ആയേക്കാം. 8th ആയിരുന്നപ്പോൾ നമ്മുടെ സ്കൂളിൽ പുതിയതായി PT സാർ വന്നു. ഇത് മറ്റേ പതിവ് സാറും കുട്ടിയും തമ്മിലുള്ള പ്രണയമല്ല കേട്ടോ. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ഇപ്പോഴും എൻ്റെ നല്ല ഫ്രണ്ട് തന്നെയാണ് ആൾ. അവൾക്ക് അങ്ങനെ കണ്ടപ്പോൾ തന്നെ ദിസ് ഈസ് ഇറ്റ് അടിച്ചു. അല്ലാന്ന് പറഞ്ഞിട്ട് പുള്ളി കാണാനൊക്കെ ഒരു ആവറേജ് ആയിരുന്നു. എൻ്റെ ടൈപ്പ് അല്ലാത്തതുകൊണ്ട് ഞാൻ അധികം മൈൻഡ് ചെയ്തില്ല. സാർ എല്ലാവരോടും ഭയങ്കര കമ്പനിയൊക്കെ ആയിരുന്നു. അങ്ങനെ വൺ ഡേ ഇവൾ ചെന്ന് സാറിനോട് ഇഷ്ടം പറഞ്ഞു. പുള്ളി പക്ഷേ അവളെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് നോക്കിയത്. ലൈക്ക് ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ തോന്നും എക്സെട്ര. എന്നാലും അവൾക്ക് അങ്ങേരെ തന്നെ കിട്ടിയാൽ മതി എന്നായിരുന്നു. ഒരു ദിവസം സാറിന് ആക്സിഡന്റ് ആയി എന്ന ന്യൂസ് ഞങ്ങൾ കേട്ടു. ഇൻസ്റ്റയിൽ പുള്ളി സ്റ്റോറി ഇട്ടിരുന്നു, വണ്ടിയിൽ നിന്ന് വീണ് കൈ ഒടിഞ്ഞു എന്ന് പറഞ്ഞിട്ട്. ഇത് കേട്ടപ്പോൾ ആദ്യം അവൾക്ക് ടെൻഷൻ. രണ്ടും കൽപ്പിച്ച് അവൾ സാറിനെ കാണാൻ പുള്ളിയുടെ വീട് അന്വേഷിച്ച് വീട്ടിൽ പോയി. 13 വയസ്സുള്ള കുട്ടിയാണ്, അത് പോട്ടെ. ഇതുവരെ ഓട്ടോയിൽ പോലും ഒറ്റയ്ക്ക് പോയിട്ടില്ല. ഞാൻ മാത്രമായിരുന്നു അവളുടെ ആകെയുള്ള ഫ്രണ്ട്. അതുകൊണ്ട് ഓരോ സ്ഥലത്തെത്തുമ്പോഴും അവൾ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുമായിരുന്നു. എനിക്കാണെങ്കിൽ ആകെ ടെൻഷൻ, എന്തോ ക്രൈം ചെയ്യുന്ന ഫീലായിരുന്നു. അങ്ങനെ അവൾ വീട്ടിൽ പോയി സാറിനെ കണ്ടു. അപ്പോൾ സാർ അവളെ വീട്ടിനകത്തേക്ക് വിളിച്ചു. എന്നിട്ട് അവർ തമ്മിൽ എന്തൊക്കെയോ സംസാരിച്ചു. അവൾ തിരിച്ചു വന്നു. ഇത്രയുള്ള കഥ. ബട്ട് ഇതിനിടയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, അവളെ ഈ പ്രേമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണോ അല്ലയോ എന്നറിയില്ല, സാർ അവളോടൊരു കാര്യം പറഞ്ഞു. അത് എന്താണെന്ന് അവൾ എന്നോട് പറഞ്ഞിട്ടില്ല ഇതുവരയ്ക്കും. എന്നാലും അവൾ കുറച്ച് ഹിൻസ് തന്നിരുന്നു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് പുള്ളി ഒരു ക്രിമിനലാണ്. മാസം പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിടുന്ന ആളാണ്. പുള്ളിയുടെ പേരിൽ പെണ്ണ് കേസ് സംതിങ് ഉണ്ട് എന്നൊക്കെ. ഞാൻ അതൊന്നും വിശ്വസിച്ചില്ലായിരുന്നു. പക്ഷേ അടുത്ത ദിവസം സ്കൂളിൽ പോയപ്പോൾ എൻ്റെ കുറച്ച് മെയിൽ ഫ്രണ്ട്സ് ഉണ്ട്. അവന്മാർ പറഞ്ഞത് സാറിനെ പോലീസുകാർ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്നായിരുന്നു. എന്നാൽ എന്തായിരിക്കും അയാൾ അവളോട് വീട്ടിൽ വെച്ച് പറഞ്ഞത്? അടുത്ത സീക്രട്ട്. ഇത് സംഭവിക്കുന്നത് ഈ കഴിഞ്ഞ ഓണം ദിവസമാണ്. എനിക്ക് 20 വയസ്സാണ്. ഞാൻ സ്വല്പം കുടിക്കുന്ന ഒരാളാണ്. ഞാനും എൻ്റെ ഫ്രണ്ടും അന്ന് രാത്രി 12 മണിക്ക് പടക്കം പൊട്ടിക്കാൻ പ്ലാൻ ചെയ്തു. ഓണമല്ലേ, സെലിബ്രേറ്റ് ചെയ്യാൻ ഒരു കുപ്പി കൂടി വാങ്ങി പടക്കമൊക്കെ പൊട്ടിച്ചു. അപ്പോഴാണ് അത് സംഭവിച്ചത്. എൻ്റെ വീട് ഒരു കാടിന് നടുവിലാണ്. കാടിനകത്തു നിന്നും ഒരു കരയുന്ന ശബ്ദം കേട്ടു. ഞാനും അവനും പോയി അതെന്താണെന്ന് നോക്കി. കുടിച്ചത് കൊണ്ടാണോ എന്നറിയില്ല, ഞങ്ങൾക്ക് പേടിയില്ലായിരുന്നു. പാതി ദൂരം ചെന്നപ്പോൾ ഞങ്ങൾ അത് കണ്ടു. ഒരു കറുത്ത രൂപം ഒരു തൂക്കുവിളക്കുമായി നിൽക്കുന്നു. ഞാൻ ചോദിച്ചു, ആരാ അതെന്ന്. മറുപടി ഒന്നും വന്നില്ല. അത് ഞങ്ങളുടെ നേരെ ഓടി വന്നു. ഞങ്ങൾ പേടിച്ച് തിരിച്ചോടി. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ കണ്ണ് തുറക്കുമ്പോൾ രാവിലെയായിരുന്നു. എനിക്കൊരു സംശയം, ഞാൻ സ്വപ്നം കണ്ടതാണോ എന്നറിയില്ല. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു. ഞാൻ സ്വപ്നം കണ്ടതാണേ അവൻ കാണില്ലല്ലോ. ഞാൻ അവനോട് ചോദിച്ചു. അവനും അത് കണ്ടു. 2 ദിവസം ഞാൻ പനി പിടിച്ച് കിടന്നു. ഇത് എൻ്റെ ഫ്രണ്ടിനും എനിക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. വേറെ ആർക്കും ഇതറിയില്ല. ഞാൻ ഇതിന് മുമ്പ് ഒരു സീക്രട്ട് അയച്ചിട്ടുണ്ട്. അതും ഒരു ഹൊറർ സീക്രട്ടാണ്. എനിക്കറിയില്ല എന്താ എനിക്ക് മാത്രം ഇങ്ങനെ ഹൊറിബിൾ ആയിട്ടുള്ള കാര്യം നടക്കുന്നതെന്ന്. മേ ബി സ്റ്റോപ്പ് ഡ്രിങ്കിങ്. നെക്സ്റ്റ് സീക്രട്ട്. ഹായ് ചേച്ചി, ഐ ആം 18 years old. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ലൈഫിലുണ്ടായ ഒരു ഹൊറർ എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ 5th പഠിക്കുമ്പോൾ ഒരു വൈകുന്നേരം പതിവ് പോലെ ട്യൂഷന് പോയി. ട്യൂഷൻ കഴിയുമ്പോൾ ടൈം ഒരു 7:30 ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാനും എൻ്റെ അനിയനും വരുന്ന വഴിക്ക് ഒരാളൊഴിഞ്ഞ വീടുണ്ടാകും. ആ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്റ്റാർ ഫ്രൂട്ടും ഉണ്ടാവും. ഞാനും എൻ്റെ ഫ്രണ്ട്സും മിക്ക ദിവസങ്ങളിലും സ്റ്റാർ ഫ്രൂട്ട്സ് വലിച്ച് കഴിക്കാറുണ്ട്. എന്നാൽ ഒരു ദിവസം ഞാൻ ഒറ്റയ്ക്കായിരുന്നു ട്യൂഷൻ കഴിഞ്ഞ് ഇറങ്ങിയത്. എൻ്റെ ഒപ്പം ആരുമില്ല. ടൈം ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ ആ ആളൊഴിഞ്ഞ വീടിൻ്റെ അടുത്ത് എത്തിയപ്പോൾ എനിക്ക് സ്റ്റാർ ഫ്രൂട്ട് കഴിക്കാൻ നല്ല ആഗ്രഹം. ഞാനൊന്നും നോക്കിയില്ല. ഞാൻ ആ മതിൽ ചാടിക്കടന്നു. ആ ഇരുട്ടത്ത് സ്റ്റാർ ഫ്രൂട്ട് വലിച്ചു എൻ്റെ ബാഗിലിട്ടു. അപ്പോൾ പെട്ടെന്ന് ആ വീട്ടിൽ നിന്നും ഒരു സ്ത്രീയുടെ ഒച്ച, ലൈക്ക് ഫ്രൂട്ട് വലിക്കാൻ വന്നതാണോ എന്ന് പറഞ്ഞു. എൻ്റെ ബോഡി ആകെ മരവിച്ചു പോയി. കാരണം ആ വീട് വർഷങ്ങളായി ആരുമില്ലാതെ ഒഴിഞ്ഞ് കാട് പിടിച്ച് കിടക്കുകയാണ്. അതുകൊണ്ട് അതിനകത്ത് ആര് തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ തന്നെ അവിടെ കുറെ വവ്വാലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമായി പറക്കാൻ തുടങ്ങിയിരുന്നു. ദാറ്റ്സ് എ മൂവി തിങ്.
ഞാനത് അത്ര കാര്യമാക്കിയില്ല, കാരണം ഞാൻ നേരത്തെയും ഇവിടെ വവ്വാലിനെ കാണാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവിടെ കുറേ വവ്വാല് വട്ടമിട്ട് ആകാശത്ത് പറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു വവ്വാല് ആ വീടിൻ്റെ ജനലിൻ്റെ ഉള്ളിലേക്ക് പോയി. എന്നിട്ട് അത് നല്ലപോലെ ശബ്ദമിട്ടു, പിടയുന്ന ഒച്ച ഞാൻ കേട്ടു. ഞാനാണെങ്കിൽ ആകെ മരവിച്ച് നിൽക്കുകയാണ്, ഒന്നും ഓടാൻ പോലും പറ്റാത്ത അവസ്ഥ. ഞാൻ എൻ്റെ മെല്ലെ ആ ജനലിൻ്റെ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ വൈ വുഡ് യു ഡു ദാറ്റ്? അകത്തൊരു സ്ത്രീ മുഖം ആകെ കരിഞ്ഞ് ചോര കരിങ്ങിയ പോലത്തെ 2 കണ്ണും കൊണ്ട് എന്നെ അവിടുത്തെ റാക്കിന്റെ മുകളിൽ നിന്ന് എന്നെ തുറച്ചു. എന്റെ ശരീരം മൊത്തം ആകെ തളർന്നു. ഞാൻ ഉടനെ തന്നെ അമ്മയെ വിളിച്ചു. എന്റെ ഇടറിയ കാലുകൾ കൊണ്ട് ഓടി ഞാൻ വീട് എത്തി. കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞതും എന്റെ അമ്മ എന്നെ നല്ല പോലെ തല്ലി. ഞാൻ കാരണം എന്താ ചോദിച്ചപ്പോൾ അമ്മ ഒന്നും പറഞ്ഞില്ല. അങ്ങോട്ടിനി മേലെ പോകരുത് എന്ന് മാത്രം പറഞ്ഞു. എനിക്കപ്പോൾ തന്നെ നല്ല പനി വന്നു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. ഇതെല്ലാം ഒരു സ്വപ്നമാണ് എന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി. അങ്ങനെ ഒരു ദിവസം എൻ്റെ കസിൻ വന്ന് വീട്ടിൽ എനിക്കുണ്ടായ ഈ എക്സ്പീരിയൻസ് അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല, കാരണം അവരെനിക്ക് വട്ടാണ് എന്ന് വിചാരിക്കും. അതുമല്ലാതെ എന്നെ കളിയാക്കുകയും ചെയ്യും. എന്നാൽ ഞാൻ എൻ്റെ കസിനുമായി നല്ല കംഫർട്ടാണ്. അതുകൊണ്ട് ഞാൻ കസിനോട് കാര്യം പറഞ്ഞു. ഞാൻ ഈ കാര്യം പറഞ്ഞതും എൻ്റെ കസിൻ എൻ്റെ അമ്മേനോട് കത്തിക്കേറിയതുപോലെ തന്നെ എന്നോടും വന്നു. എന്തിനാ അവിടെ പോയത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്താ എന്ന് അന്വേഷിച്ചപ്പോഴാണ് എൻ്റെ കസിൻ പറഞ്ഞത് അവിടെ 19 കൊല്ലം മുമ്പ് ഒരു സ്ത്രീ തൂങ്ങി മരിച്ചിട്ടുണ്ട്. ആ സ്ത്രീ തൂങ്ങി മരിച്ചത് പിന്നെ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ, ലൈക്ക് പാരനോമൽ ആക്ടിവിറ്റീസ് ഉണ്ടാവാൻ തുടങ്ങി. അങ്ങനെ അവിടെ ഫാമിലി അവിടെ നിന്ന് മാറിപ്പോയി. അന്നേക്ക് ഇന്ന് വരെ ആ വീട്ടിൽ ആരും തന്നെ താമസിച്ചിട്ടില്ല. ഞാൻ ഇത് കേട്ടതിൽ പിന്നെ അതിൻ്റെ പരിസരത്ത് പോലും പോയിട്ടില്ല. ഇന്ന് ഞാൻ ആ ഇൻസിഡന്റ് ഓർക്കുമ്പോൾ എൻ്റെ കാലുകൾ മരവിക്കും. അടുത്ത സീക്രട്ട്. ഹേ, എൻ്റെ നെയിം ഡാഷ്, ബട്ട് മോസ്റ്റ് പീപ്പിൾ കോൾ മീ ഡാഷ്. ഞാൻ 10th പഠിക്കുമ്പോഴായിരുന്നു എല്ലാം തുടങ്ങുന്നത്. ആൻഡ് ഹീ ഈസ് മൈ ക്ലാസ്മേറ്റ്. 8th വെച്ചാണ് ഞാൻ അവനെ കണ്ടത്. ടു ബി ഓണസ്റ്റ്, ഹി വാസ് വെരി ഹാൻസം ആൻഡ് പോപ്പുലർ ബോയ് ഇൻ അവർ സ്കൂൾ. എനിക്ക് 8th തൊട്ടേ അവനെ ഇഷ്ടമായിരുന്നു. ബട്ട് ആ ടൈമിലൊക്കെ അവൻ കമ്മിറ്റഡ് ആയിരുന്നു വിത്ത് അനദർ ഗേൾ. അത്യാവശ്യം നല്ല ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു അത്. ബ്രേക്കപ്പ് ആകുമെന്ന് തിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് 10th ഒരു മിഡിലൊക്കെ ആയപ്പോൾ അവർ ബ്രേക്കപ്പ് ആയി. ആൻഡ് ദാറ്റ് വാസ് സർപ്രൈസിങ് ഫോർ മീ. സോ ഞാൻ കരുതി അവനെ പ്രപ്പോസ് ചെയ്യാമെന്ന്. എന്നെ കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലായിരുന്നു. സോ ഞാൻ റിജക്ഷൻ എക്സ്പെക്ട് ചെയ്ത് തന്നെയാണ് പ്രപ്പോസ് ചെയ്തത്. വെൻ ഐ മീൻ 10th എൻ്റെ വെയിറ്റ് 80 ആയിരുന്നു. ഐ നോ ആ ടൈമിൽ ഞാനൊരു വിയേർഡ് ലുക്കായിരുന്നു എന്ന്. ബട്ട് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് 1 വീക്ക് മുമ്പ് ഞാൻ അവനെ പ്രപ്പോസ് ചെയ്തു. എക്സ്പെക്ട് ചെയ്തത് തന്നെ. ഹീ റിജക്റ്റഡ് മീ. അതുമാത്രമല്ല, അവൻ എല്ലാവരുടെയും മുന്നിൽ എന്നെ ബുള്ളിയിങ് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചു. ലൈക്ക്, നീ ഒരു ആന അല്ലേ, നീ എൻ്റെ വീടിൻ്റെ ഉള്ളിൽ കയറില്ല എന്നൊക്കെ. അതെനിക്ക് ഭയങ്കര ഹേർട്ടായി. ഫുൾ സ്കൂളും എന്നെ നോക്കി ചിരിക്കുന്ന കൂട്ടി എനിക്ക് തോന്നി. +1 +2 വേറെ സ്കൂളിൽ ജോയിൻ ചെയ്തു, അതും ഡിസ്റ്റൻറ്റിൽ. ഞാൻ ഹോസ്റ്റലിൽ നിന്നായിരുന്നു പഠിച്ചത്. ആ ബുള്ളിയിങ് എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ജിമ്മിൽ ചേർന്നു. പിന്നെ ഹോസ്റ്റൽ ഫുഡും പറയേണ്ടതില്ലല്ലോ, അതൊക്കെ കൊണ്ട് തന്നെയും പിന്നെ കഷ്ടപ്പെട്ട് വർക്കൗട്ട് ചെയ്തു. അങ്ങനെ 2 years കൊണ്ട് 80 നിന്നും 49 ആയി. ടു ബി ഓണസ്റ്റ്, അത്യാവശ്യം നല്ല ഭംഗിയായി. ഞാൻ +2 എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്ന കൊണ്ട് തന്നെ അമ്മയും പപ്പയും എന്നെ എൻട്രൻസിന് ചേർത്തു. സൈലം കാലിക്കറ്റിൽ. കോയിൻസിഡൻ്റ്ലി അവനും അവിടെ ഉണ്ടായിരുന്നു, സെയിം ബാച്ച്. ആദ്യം അവൻ വന്ന് മിണ്ടി. അപ്പം ഞാൻ ജാട ഇടാമെന്നൊക്കെ കരുതി. ബട്ട് ഒന്നും നടന്നില്ല. അവൻ വന്ന് മിണ്ടി ആൻഡ് ഹി സെഡ്, നീ ഒത്തിരി മാറിയല്ലോ, നൗ യു ലുക്ക് സോ പ്രിറ്റി എന്ന് പറഞ്ഞു. ആൻഡ് യു നോ, ഐ മീൻ ഫ്ലൈ ദാറ്റ് മൊമെന്റ്. എനിക്ക് അത്യാവശ്യം പ്രപ്പോസൽസ് ഒക്കെ വന്നു അവിടെ വെച്ച്. ഒരു 4 months ഒക്കെ കഴിഞ്ഞപ്പോൾ അവനും പ്രപ്പോസ് ചെയ്തു. ആൻഡ് ഐ സെഡ് യെസ്. അത് നല്ലൊരു റിലേഷൻഷിപ്പ് ആയിട്ട് ഞങ്ങൾ മൂവായി. ആഫ്റ്റർ 1 year എക്സാം ആയി. അവൻക്ക് കൊള്ളില്ലായിരുന്നു, ബട്ട് എനിക്ക് നല്ലതായിരുന്നു. ബട്ട് ഐ സെഡ് കൊള്ളില്ലായിരുന്നു എനിക്കും എന്ന്. റിസൾട്ട് വന്ന് എനിക്ക് കിട്ടി 650 സ്കോർ. അവന് കിട്ടിയില്ല. ലാസ്റ്റ് ഞാൻ TDM മെഡിക്കൽ കോളേജിൽ MBBS ജോയിൻ ചെയ്തു. ആൻഡ് ഞാൻ അവനോട് ബ്രേക്കപ്പ് പറഞ്ഞു. കറക്റ്റ് മലയാളത്തിൽ പറഞ്ഞാൽ തേച്ചു. ഞാൻ പറഞ്ഞു, നീ ഇതൊക്കെ ഡ്രോപ്പ് ചെയ്യുമല്ലോ, സോ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ യു എനിമോർ. ആൻഡ് ദാറ്റ് വാസ് മൈ റിവെഞ്ച്. മേ ബി നിങ്ങൾക്ക് ഇതൊരു തള്ളായിട്ട് തോന്നാം, ബട്ട് നോ, it's a true story. And now I'm a MBBS second year student in TDM Medical Vandanam. By the way, I love you, Eva. I'm your biggest fan. I hope you read this. You go, girl.
വേദന എടുക്കുന്നു. Oh, I know why. I know why my head hurts. കണ്ണിന് നല്ല മസാജ് കിട്ടുന്ന ഫീൽ കണ്ണട വയ്ക്കുമ്പോൾ. അടുത്ത സീക്രട്ട്. ഹായ് വാ, ഹൗ ആർ യു ഡിയർ, ഐ ഹോപ്പ് യു ഡൂയിങ് വെൽ. സോ ഞാൻ 9th പഠിക്കുമ്പോൾ ഹാൾവേയിൽ ഒരു ബോയിനെ കണ്ടു. ഹി വാസ് ക്യൂട്ട്. 10th പിന്നെയാണ് ട്യൂഷൻ ക്ലാസ്സിൽ ഞാൻ 9th വെച്ച് കണ്ട ബോയിനെ പിന്നെയും കണ്ടു. ഇറ്റ് വാസ് ലൈക്ക് ഇൻസ്റ്റന്റ് ക്രഷ്. അവനെ കാണുമ്പോൾ ജബ് വി മെറ്റിലുള്ള ആദിത്യയെ പോലെ ഉണ്ടായിരുന്നു. ഞാൻ അവനെ നല്ലോണം വായി നോക്കാറുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്കൂളിൽ ഞാനും അവനും ഒരേ ക്ലാസ്സിലായി. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും ബിലോ ആവറേജ് സ്റ്റുഡൻസിനും വേർതിരിച്ചതായിരുന്നു. ഞാൻ അവനെ കുറെ നേരം വാച്ച് ചെയ്യായിരുന്നു. അവൻ ഗേൾസിനോട് അത്ര മിങ്കിളല്ലായിരുന്നു. അവൻ ഗേൾസിനെ കണ്ടാൽ തല താഴ്ത്തി നടക്കും. ഞാൻ അവനെ പറ്റി ഡയറിയിലൊക്കെ റൈറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാനൊരു ദിവസം ഒരു സ്ഥലം വരെ എൻ്റെ കസിൻ്റെ കൂടെ പോയതായിരുന്നു. ഞാൻ അന്ന് വെറുതെ ഒരു ന്യൂ സ്റ്റൈലിന്ന് പർദ്ദയും നിഖാബും വെയർ ചെയ്തു. ഫേസ് വെയിലിംഗ്. എൻ്റെ കസിൻ ATM നിന്ന് ക്യാഷ് എടുക്കാൻ പോയപ്പോൾ ഞാനൊരു കടയിൽ നിന്നു. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിലെ ഒരു ഗേൾ, ലെറ്റ്സ് കോൾ ഹർ എം. എമ്മും അവളുടെ ലിറ്റിൽ ബ്രോയും ഉണ്ടായിരുന്നു. എനിക്ക് സംസാരിക്കാൻ മടിയായതുകൊണ്ട് ഒന്നും മിണ്ടാൻ പോയില്ല. അവളുടെ ലിറ്റിൽ ബ്രോ അവൻ ഫ്രൂട്ടി വേണമെന്ന് പറഞ്ഞ് വെറുതെ കള്ളക്കരച്ചിൽ നടത്തി. അപ്പോൾ എൻ്റെ ക്രഷിനെ ഞാൻ കണ്ടു. ക്രഷ്. അവൻ അവളുടെ അനിയനെ എടുത്ത് എന്നിട്ട് ഫ്രൂട്ട് വാങ്ങി കൊടുത്തു. ഐ വാസ് സ്റ്റണ്ട്. ഗേൾസിനോട് മിണ്ടാത്ത അവൻ അവളോട് ചോദിക്കുക ഓർമ്മയുണ്ടോ എന്ന്. ഇറ്റ് വാസ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. ദേ ഡിഡ്ന്റ് നോ ഇറ്റ് വാസ് മീ. ദ മോസ്റ്റ് ഫണി പാർട്ട് ഈസ് ദാറ്റ് അവൻ ക്യാഷ് കൊടുക്കാതെ മുങ്ങി. ഐ വാസ് ലിറ്ററലി ഏക്കിങ്. മൈ ഹാർട്ട് വാസ് ലൈക്ക് ഷ്രിങ്കിങ്. ഞാൻ അന്ന് വീട്ടിലെത്തിയപ്പോൾ ഹണി ഒരു കുപ്പി കുറച്ചധികം ടേസ്റ്റ് ചെയ്തു. ഐ വാസ് ലിറ്ററലി ലാഫിങ് ആൻഡ് ക്രൈങ് അറ്റ് ദ സെയിം ടൈം. ഇത് കാണുന്നവർ എനിക്ക് അഡ്വൈസ് തരണം പ്ലീസ്. ഐ ഡിഡ്ന്റ് ടെൽ ദിസ് ടു എനിവൺ. എനിക്കൊന്നും മനസ്സിലായില്ല. ഹണി തമ്മിൽ എന്താ ബന്ധം? ഹണി കുടിക്കുന്നതും ക്രഷ് ഒരാൾക്ക് ജ്യൂസ് വാങ്ങി കൊടുക്കുന്നതും അവിടെ ഓടി പോകുന്നതും ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. അപ്പൊ ഗൈസ് ഇത്രേ ഉള്ളൂ. ഞാനെന്ത് പ്രസന്റേഷനാണ് എനിക്ക് മനസ്സിലായില്ല. ഇപ്പോഴും എൻ്റെ നല്ല കാടിനകത്ത് 2 ദിവസം ഞാൻ പനി പിടിച്ച് കറന്നു. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ലൈഫിലുണ്ടായ ഒരു ഞാൻ പതിവ് പോലെ പുറത്തു പോയി ട്യൂഷൻ. എൻ്റെ ഈ ധൈര്യകാലം ഞാൻ ബർഗർ ഫ്രൈസ് ഹണി ഒരു കുപ്പി കുറച്ച് എത്തിയ